അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ബോണ്ട, അതായത് ഉണ്ടംപൊരി എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള മാവ് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി. അപ്പോൾ അത് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പഴയകാല ചായക്കട പലഹാരമാണ്, നമുക്കെല്ലാം വളരെയധികം ഇതുണ്ട്. പിന്നെ ഇത് അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഏലക്കായും നമ്മുടെ നല്ല ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് അതൊരു 1/4 ടീസ്പൂണോളം ഏലക്കായും ഒരു 5-6 നമ്മുടെ എന്തുവാ ഈ ഏലക്കായും ജീരകവും. ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ഒരു നുള്ള് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് ഒരു നുള്ള് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ സോഡാപ്പൊടിയാണ്. അപ്പോൾ അതും ഒരു ബേക്കിംഗ് സോഡ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങ, അതായത് നമ്മൾ 1/4 മുറിയോളം തേങ്ങ അത് നമ്മൾ വറുത്തെടുത്തതാണ്, നെയ്യിൽ വറുത്തെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് എണ്ണയിൽ വേണമെങ്കിലും വറുത്തെടുക്കാം, നെയ്യിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. നെയ്യിൽ വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ച് കൂടും. ഒരാൾക്കാരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ നല്ല പുളി കൂടുതലുള്ള പഴം, നന്നായിട്ട് പഴുത്തത് വേണം. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഈ പാളയംകുടപ്പഴമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇത് പാളയംകുടപ്പഴമല്ല, ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു അത്യാവശ്യം പുളിയൊക്കെ ഉള്ള ഒരു പഴമാണ്. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് അപ്പം നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് പഴുത്താണ്, എന്നാലും ഉണ്ടല്ലോ അത് അതിൻ്റെ അകത്ത് നല്ലതായിട്ട് ഇട്ട് ഇളക്കി നമുക്ക് അങ്ങ് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുപോലെ നല്ല പഴം എടുക്കുന്നതാണ് നല്ലത്. തൊലി നല്ലപോലെ ഇങ്ങനെ നന്നായിട്ട് പഴുക്കുമ്പോൾ തൊലി കറുത്ത് വരുമല്ലോ, ആ ഒരു സ്റ്റേജാണ് നല്ലത്. ഇപ്പം നമ്മളൊരു 3 പഴം ചെറുത് എടുത്തിരിക്കുന്നത്, ചെറിയ പഴം. അതുകൊണ്ടാണ്. വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മതി. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 ആവശ്യമുള്ളൂ. നന്നായിട്ട് പഴുത്ത് പഴം. ഇനി ഇത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇതിനകത്ത് മെയിൻ പരിപാടി. അതിന്റെ കൂടെ തന്നെ നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഏകദേശം 100 ഗ്രാമോളം ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് പാനിയാക്കിയിരിക്കുന്നത്. അത് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. കാര്യം തണുക്കണം ശർക്കര, എന്നാലും നമുക്ക് കുഴച്ചെടുക്കണം. കാര്യം കൈ വെച്ചത് നമ്മൾ കുഴക്കണം, സ്പൂണൊന്നും വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല. അപ്പോൾ ഈ പഴവും പൊടിയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ പൊടി പഴമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് കുറേശ്ശായിട്ട് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇളക്കുക കൂടെ ചെയ്യണം. അപ്പോൾ ഒത്തിരി ലൂസ് ആകുകയും ചെയ്യരുത്, ഒത്തിരി ടൈറ്റ് ആകുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. കുറേശ്ശായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴയണം. അതെ, നമ്മൾ ഈ ഒരു കുഴയല്ല ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യണം, പൊങ്ങുകയും ചെയ്യണം. നമുക്ക് പല പല ആവശ്യങ്ങളാണ്. ഒരു സ്വല്പോടെ ഒഴിക്കും. കുഴച്ച് നോക്കാം. ഇതേ ഈ പണ്ടുണ്ടല്ലോ നമ്മുടെ ചായക്കടയിൽ ഈ സാധനം വൈകുന്നേരം ഇങ്ങനെ മറ്റേ കണ്ണാടി ചില്ലുകൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വായു കൊള്ളുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല വലിപ്പമാണ്, നല്ലൊരു വലിപ്പമൊക്കെ വരും. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ടാണ് നമ്മൾ പൊറോട്ടയെ കഴിക്കുന്നത്. പക്ഷേ കടയിലൊക്കെ ചിലപ്പോൾ അവർ മൈദ വെച്ചിട്ടായിരിക്കും. കടകളിൽ ഇപ്പോൾ ചായക്കടയിലൊക്കെ മൈദ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഗോതമ്പ് പൊടി ആണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. പക്ഷെ ഗോതമ്പ് പൊടിക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അങ്ങ് ആക്കുക. ഒരുപാടങ്ങ് ലൂസ് ആകരുത്, എന്നാൽ ഒരുപാടങ്ങ് ടൈറ്റും ആകരുത്. നമുക്ക് ആ ഉണ്ട പിടിച്ചിടാനും ഒരു ഇപ്പോൾ ഏകദേശം നന്നായിട്ടുണ്ട് സംഭവം. ഇപ്പോൾ പക്ഷേ ഉണ്ടല്ലോ ചായക്കടയിൽ നിന്നും ഇങ്ങനത്തെ ഐറ്റം ഒന്നും കിട്ടുന്നില്ല. ഇപ്പം എല്ലാം വളരെ ഈ ഹൈടെക് സാധനങ്ങളൊക്കെ. മൈസൂർ പാക്കൊക്കെ മൈസൂരിലെ ചായക്കടകളിൽ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നുമല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് മറ്റേ പാക്കറ്റിൻ്റെ അകത്ത് കിട്ടുന്ന വറുത്തതും പൊരിച്ചതും മതിയല്ലോ. അതല്ലേ ഇപ്പൊ പിന്നെ മറ്റേ എന്താ ഡൊമിനോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിസ്സ,
എല്ലാം കഴിക്കണം അല്ലേ? അതല്ല നല്ലത്. പഴയകാല ആഹാരങ്ങളും കഴിക്കണം, ഇപ്പോഴത്തേതും കഴിക്കണം, എല്ലാം കഴിക്കണം. അന്നത്തെ ചായക്കടയാണല്ലോ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ആകാശവാണി. അതെ. അപ്പൊ ഈ ഉണ്ടംപൊരിയും പഴംപൊരിയും പരിപ്പോടെയൊക്കെ തിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല സ്ട്രോങ് ഒരു ചായ കൂട്ടത്തില് കുറച്ച് വെടിവർത്താനൊക്കെ പറഞ്ഞു. അതാണ് എൻ്റെ ഒരു രസം. പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനില്ല കേട്ടോ. നാട്ടുകാർക്കും ചെന്ന് അതൊന്നും കാണത്തേ. അതെ, ഇപ്പൊ തട്ടുകടകളാണ് കൂടുതൽ. അവിടെ ചെന്ന് തട്ടുദോശയും ഒരു സിംഗിൾ ഓംലെറ്റും ഒക്കെ അടിച്ച് കഴിഞ്ഞ കാര്യം. പക്ഷെ ഇതൊരു സുഖമാണ്. എന്തായാലും നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് നേരം. ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പൊ അന്ന് മാവൊക്കെ ഇത് പൊളിച്ച് റെഡിയായി വരും. എന്തെങ്കിലും ഒരു 15 മിനിറ്റ് മിനിമം നമ്മൾ നമ്മുടെ സമയം അനുസരിച്ച് വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും വെക്കുക. എണ്ണയൊക്കെ ചൂടാകുന്നത്ര നേരം കൊണ്ട് അത്യാവശ്യം ഇതൊന്നും അടച്ചു വെക്കുക. അപ്പൊ ഇതൊന്ന് പൊളിച്ചു വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് എല്ലാം ഒരു 15-20 മിനിറ്റ് നമ്മൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടായ ഉടനെ നമുക്കിത് ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കണേ. കാരണം കൈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം മാവ് ഓരോ പ്രാവശ്യവും എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പറ്റിയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ബോണ്ടയുടെ ആ ഒരു ഷേപ്പില്ലേ, ഉണ്ട ഷേപ്പ്, ആ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇത് എണ്ണ ചൂടായിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു തരി എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എണ്ണ ചൂടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ കൈ നന്നായിട്ട് നനയ്ക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഇല്ലേ, ആ പാത്രത്തിന്റെ ഒരു വലുപ്പമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉണ്ട പിടിക്കാനായിട്ട്. നമ്മള് ചെറിയ ഉണ്ടയാ പിടിക്കുന്നത്, കാരണം നമ്മുടെ പാത്രം ചെറുതല്ലേ. അതിനനുസരിച്ച് നമ്മൾ അതിന്റെ പറ്റുന്ന രീതിയിലുള്ള ബോളുകളാക്കി ബോൾ മാത്രമേ പിടിക്കാവൂ. അപ്പൊ നമുക്ക് ഈ ചെറിയ പാത്രം ആയതുകൊണ്ട് അതിനകത്ത് അധികം നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഏകദേശം ഒരു 3-4 എണ്ണാക്കി ഇട്ട് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ അത് നമ്മുടെ ഫില്ലാവും. അപ്പൊ അത് അതിന്റെ അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അനുസരിച്ചിട്ട് അത് മുങ്ങിക്കിടക്കണം എണ്ണയല്ല, എന്നാലേ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് അത് അതിന്റെ ആ ഒരു ഇത് കിട്ടുന്നതല്ല. എല്ലാ സൈഡും നമുക്ക് നന്നായിട്ട് വെന്ത്. ഇപ്പൊ നമ്മള് തീ അങ്ങ് കുറച്ച് വെക്കാവേ. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി തീ കുറച്ച് വെക്കാം. കാരണം ബോണ്ട ആയതുകൊണ്ട് അതിന്റെ അകം വേഗണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ തീയിലിരുന്ന് പയ്യെ വെന്ത് പയ്യെ വേഗണം. ജസ്റ്റ് നമുക്കിതൊന്ന് ഇട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇപ്പൊ നമ്മള് ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, നല്ല തീയിലിടണം. അതിനുശേഷം അങ്ങ് ചെറിയ തീയിലേക്ക് മാറ്റും. ഇനി ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കാം. പെയ്യെ എടുത്ത് വറക്കട്ടെ, എന്നാൽ അതിന്റെ ആകം നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ സംഭവം നന്നായിട്ട് നല്ല മൂപ്പിലെത്തിയിട്ടുണ്ട് സാധനം. അപ്പൊ ഇനി നമുക്കിത് കോരി മാറ്റാം. കറക്റ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. കാര്യം ഇതിന്റെ ചൂടൊക്കെ മാറി നമുക്ക് കഴിച്ചു നോക്കാനായിട്ട്. അപ്പൊ അടുത്ത് നമുക്ക് നമ്മുടെ ബാക്കി മാവെല്ലാം കൂടി ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ഇത് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഇവരുടെ ടേസ്റ്റ്. എണ്ണയിൽ ആദ്യം ഇടുന്ന സമയത്ത് എണ്ണ ഒന്ന് കൂട്ടി വെക്കുക. അതിനുശേഷം തീയങ്ങ കുറച്ച് വെക്കുക. എന്നിട്ട് പെയ്യെ ഇരുന്ന് വേഗണം. കാര്യം അതിന്റെ അകം വേഗണം. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അകം നന്നായിട്ട് വേഗണം, അല്ലെങ്കിൽ അകം പച്ചയായിട്ട്. അതാണ് നമ്മുടെ. അപ്പൊ കുറച്ചുകൂടെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ മുഴുവൻ നമ്മുടെ ബോണ്ട ഉണ്ടംപൊരി നല്ലതായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചായക്കട കിട്ടുന്ന അത്ര വലിപ്പത്തിലൊന്നുമല്ല, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ആ ഒരു സൈസ് മതി. പക്ഷെ ടേസ്റ്റ് നമ്പർ 1 ആയിരിക്കും. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ടാവും. എന്തായാലും ഞാൻ ഓർമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ നല്ല വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ പെയ്യെ ചെറിയ തീയിലിട്ട് റെഡിയാക്കി എടുത്താൽ മതി. സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന പൊടിയില്ല, നമ്മുടെ ബേക്കിംഗ് പൗഡർ, അത് കുറെ കൂടുതലിട്ട് കുറെ നേരം കൂടുതലിടണ്ട. കൂടുതലിട്ട് കഴിഞ്ഞാൽ വയറ്റില് ചെറിയ വേദന. പക്ഷെ ഈ മാവ് കുറച്ച് നേരം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ വലുപ്പത്തില് കൂടുതലൊന്നും പറയുന്നില്ല. നല്ല അസാധ്യ ടേസ്റ്റ്, നല്ല കറക്റ്റ് മധുരം, കറക്റ്റ് വേവ്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ
ഒന്ന് ഉണ്ടാക്കി നോക്കിയോ, ഗ്യാരണ്ടിയ സാധനം. പഴയ നമ്മുടെ പണ്ട് കാലത്തെ ആ ഒരു ഓർമ്മയൊക്കെ നമുക്ക് പുതുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അടുത്ത വേറെ വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.